നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ KSUവിൻ്റെ പ്രവർത്തകരെ തല്ലിച്ചതച്ച് SFIക്കാർ, അതായത് കാര്യവട്ടം ക്യാമ്പസിൽ നടന്ന വലിയൊരു ക്രൂരതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടുത്തെ KSUവിൻ്റെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സാൻജോസിനെ കാര്യവട്ടത്തെ ഇടിമുറിയിൽ കൊണ്ടുപോയി കുറേ SFI പ്രവർത്തകർ തല്ലിച്ചതച്ചു എന്നാണ് ആരോപണം പുറത്തു വന്നത്. പിന്നീട് ഇതൊരു വെറുമൊരു ആരോപണം മാത്രമായിരുന്നില്ല. സാൻജോസ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒബ്സർവേഷനിലാണ്. അദ്ദേഹത്തെ അതിമൃഗീയമായാണ് ആക്രമിച്ചത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ന് സാൻജോസിൻ്റെ ഒരു പ്രതികരണം വന്നിരുന്നു. അതായത് ഞാനും സുഹൃത്തും കൂടി നടന്നു പോകുമ്പോൾ SFIയുടെ പ്രവർത്തകർ ഞങ്ങളെ വളയുകയും അതിൽ എന്നെ പിടിച്ചുകൊണ്ടു പോകുകയും ഇടിമുറിയിൽ കൊണ്ടുപോയി ആക്രമിക്കുകയും ആയിരുന്നു എന്ന് സാൻജോസ് വെളിപ്പെടുത്തിയിരുന്നു. അതിക്രൂരമായിരുന്നു ആക്രമണമെന്ന് സാൻജോസ് വെളിപ്പെടുത്തി. ഷൂ ഉപയോഗിച്ച്, അതായത് കാലുപയോഗിച്ച് സാൻജോസിൻ്റെ കഴുത്തിൽ ഞെരിക്കുകയും ക്രൂരമായി അടിക്കുകയും ഒക്കെ ചെയ്തു എന്നും പറയുന്നു. ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. കണ്ണ് തള്ളി പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയിൽ മരണപ്പെടുമെന്ന് പോലുമുള്ള ഒരു ഭയം തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്നും ഒടുവിൽ തൻ്റെ കണ്ണ് തള്ളി പുറത്തേക്ക് വന്ന് ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയതിനു ശേഷമാണ് SFI പ്രവർത്തകർ തന്നെ വിട്ടതെന്നും എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയാണ് തനിക്ക് ഉണ്ടായതെന്നും സാൻജോസ് വെളിപ്പെടുത്തുകയാണ്. ഇത് മാത്രമല്ല, ഈ സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിലെ പെൺകുട്ടികൾ ഉൾപ്പെടെ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും സാൻജോസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ മർദ്ദിച്ച സംഭവത്തിൽ രജിസ്ട്രാർക്ക് കേരള സർവകലാശാല VC നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അന്വേഷണം നടത്തി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്നാണ് വൈസ് ചാൻസലർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു റിപ്പോർട്ട് കണ്ട് ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. കാരണം ഇതിനു മുൻപ് എത്രയോ ക്യാമ്പസുകളിൽ ഇതുപോലത്തെ SFIക്കാരുടെ അതിക്രൂരമായ ആക്രമണത്തിനിരയായ സംഭവങ്ങൾ KSU പ്രവർത്തകർക്കും മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽ ഉൾപ്പെട്ടവർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരുപാട് റിപ്പോർട്ടുകൾ സമർപ്പിച്ചു എന്നതല്ലാതെ ക്യാമ്പസുകളിലെ SFIയുടെ ഈ അപ്രമാദിത്വത്തിനോ അവരുടെ അതിക്രൂരമായ നടപടികൾക്കെതിരെയും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നത് ദാരുണമായ സംഭവം തന്നെയാണ്. അതായത് നമുക്കറിയാം, പൂക്കോട്ട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി മരിച്ച സംഭവം അതൊരു ആത്മഹത്യയല്ല, അതൊരു മരണമാണ്. തൻ്റെ മകനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് ആ മാതാപിതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് SFIക്ക് നേരെ ഉണ്ടായത്. ആ ഒരു സംഭവം കെട്ടടങ്ങിയിട്ട് പോലുമില്ല. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ക്യാമ്പസിൽ SFI മതി, KSU വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് സാൻജോസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ SFIക്കാരുടെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തങ്ങൾക്ക് നടപടിയെടുക്കാൻ ഈ പാർട്ടിയോ അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരോ ഒന്നും തയ്യാറാകുന്നില്ല എന്ന ചോദ്യം ശക്തമാകുകയാണ്. നിരവധി വാർത്തകളാണ് SFIയുടെ ആക്രമണങ്ങളിൽ വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ വാർത്തകൾ ഓരോ ദിവസങ്ങളിലും പുറത്തു വരുന്നു. പക്ഷെ ഒരു നടപടിയും ഉണ്ടാകുന്നതേ ഇല്ല എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കൊയിലാണ്ടിയിലെ ഒരു കോളേജിൽ പ്രിൻസിപ്പലിന് നേരെ SFI പ്രവർത്തകർ കൊലവിളി നടത്തിയത്. രണ്ട് കാലിൽ നീ എഴുന്നേറ്റ് നടക്കില്ല, അത് ചെയ്യാൻ കഴിവുള്ള പ്രസ്ഥാനം തന്നെയാണ് ഈ SFI എന്ന് SFIയുടെ നേതാവ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ, അതായത് പോലീസ് നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു കൊലവിളി നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു തുടർക്കഥയായി മാറുകയാണ്. ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. SFIക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം എന്നുള്ള നിലയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സർവകലാശാലകളിൽ ഇവരുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത്. പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഗവർണർക്ക് നിരവധി പരാതി ഇതിൻ്റെ പേരിൽ എത്തിയിട്ടുണ്ട്. ഗവർണർ പല പരാതികൾക്കും നടപടിയെടുക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതിനെ അട്ടിമറിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള SFIയുടെ അക്രമങ്ങൾ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നീക്കമാണ് സർക്കാരിൻ്റെയും CPMൻ്റെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതായത് ഇവരെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ്. എന്തു തോന്നിവാസവും ഇവർക്ക് സർവകലാശാലകളിൽ കാണിക്കാം. സർവകലാശാലകൾ അടക്കി ഭരിക്കുന്നത് SFI ആണ്. ശക്തമായ ഒരു നടപടി ഇനിയെങ്കിലും ഉണ്ടായില്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇനിയും ആക്രമണത്തിനിരയാകും, ഇനിയും കൊല്ലപ്പെടുന്ന ഒരു അവസരമുണ്ടാകും. ഒരു ആപത്തുണ്ടായി കഴിഞ്ഞിട്ട് പിന്നീട് അതിൽ നടപടി എടുക്കും എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇനിയെങ്കിലും SFI
യുടെ ഇത്തരത്തിലുള്ള മൃഗീയമായ നീക്കങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകണം. ക്യാമ്പസുകളിലെ ഇടിമുറികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ക്യാമ്പസുകളിൽ കലാലയങ്ങളിൽ ക്ലാസ് റൂമുകൾ മതി, അല്ലാതെ ഗുണ്ടാ സങ്കേതങ്ങളും മറിച്ച് ഇടിമുറികളും ഒന്നും ആവശ്യമില്ല. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. നമുക്കറിയാം CPM-ന്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റികളിലും ഒക്കെ തന്നെ CPM-ന്റെ എല്ലാ സംഘടനകളും ഇനി മിതത്വം പാലിക്കണം, ജനങ്ങളുമായി നല്ല രീതിയിൽ ഇടപെടണം എന്നുള്ളൊരു തീരുമാനം CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും സംസ്ഥാന യോഗത്തിലും അങ്ങ് കേന്ദ്രത്തിന്റെ PB യോഗത്തിലും ഒക്കെ നടന്നിരുന്നു. ഈ ഒരു യോഗം നടന്നതിന് ശേഷവും ഇത്തരത്തിൽ CPM-ന്റെ സംഘടനകളിൽ നിന്നും, അതും വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അരങ്ങേറുന്നത് CPM എങ്കിലും പറഞ്ഞ് തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് പറയാനുള്ളത്. ശക്തമായ ഒരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് വ്യക്തമാക്കുകയാണ്. എന്തായാലും സാൻജോസ് ഇപ്പോൾ ആശുപത്രിയിലാണ്. അദ്ദേഹം അവശനാണ്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ അക്രമം നേരിട്ടു. ഒട്ടും വയ്യാത്ത രീതിയിലാണ് അദ്ദേഹത്തെ ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുവന്നത് എന്നാണ് വിവരങ്ങൾ. എങ്കിലും അദ്ദേഹം തന്നെ കാര്യവട്ടം ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾക്കെതിരെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളിൽ പലരും, അതായത് SFIയുടെ പൂർവ്വ വിദ്യാർത്ഥികളിൽ പലരും പഠിച്ചിറങ്ങിയിട്ടും കോളേജിലും ഹോസ്റ്റലുകളിലും ഒക്കെ തങ്ങുന്ന ഒരവസ്ഥയുണ്ടെന്നൊക്കെ വ്യക്തമാക്കുന്നു. ഇത് തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റിയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. സാൻജോസുമായി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ സാൻജോസ് ഒബ്സർവേഷനിലാണ്. സാൻജോസിനെ കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്തിയത്. എങ്കിലും അദ്ദേഹത്തിന്റെ ചികിത്സയുമായും ബന്ധപ്പെട്ടും തന്നെയല്ല, അദ്ദേഹത്തിന് തീരെ വയ്യാത്തതിനാലും ഒബ്സർവേഷനിലാക്കിയിരിക്കുകയാണ്. കാണാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും മന്ത്രി ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. സാൻജോസിന് ഉൾപ്പെട്ട സംഘത്തെ കാണാനാണോ എന്ന് വ്യക്തമല്ല. എങ്കിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതിന് തന്നെ ആയിരിക്കാം എത്തിയതെന്ന് നമുക്ക് തോന്നുന്നു. എന്തായാലും സാൻജോസിനോടാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടത്. അദ്ദേഹത്തെ കണ്ട് എന്താണ് കോളേജിൽ ഉണ്ടായത്, അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്.